കേരളത്തിലെ ആരാധകരുണ്ടല്ലോ അവരിടയ്ക്ക് കൺഫ്യൂഷൻ മാധ്യമങ്ങൾ ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. റിപ്പോർട്ടർ ടിവിക്കെതിരെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാം, അതൊന്നും എനിക്ക് സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് കൺഫർമേഷൻ വേണം, എന്തുകൊണ്ട് വരില്ല എന്നുള്ളത്. ആകാശത്ത് നിന്ന് ഉണ്ടാക്കിയിട്ട് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ അവർ വരില്ല എന്ന് എന്നെ അറിയിക്കട്ടെ, സർക്കാരിനെ അറിയിക്കട്ടെ, ഞാൻ തന്നെ വന്ന് നിങ്ങളോട് പറയും ഇതാ മെസ്സി വരുന്നില്ല, അർജന്റീന ടീം വരുന്നില്ല, ഞങ്ങൾ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണം പോയതല്ലേ, അതിനൊന്നും നോക്കിക്കോളാം. വന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ടോ? അല്ല, ഇവർ വരുന്നില്ലെങ്കിൽ ഇവർ കൊണ്ടുവരാൻ ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാനുമായിട്ടല്ല, സർക്കാരുമായിട്ടാണ്. ഉണ്ട് 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 ഉണ്ട്. അതെ, സർക്കാരിനുണ്ട്, സർക്കാരിനില്ലെന്നല്ല പറയുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഔദ്യോഗിക വൃത്തത്തിൽ ഏറ്റവും മുതിർന്ന ഒരാളെന്ന നിലയിൽ കായിക വകുപ്പ് മന്ത്രി തന്നെയാണ് താങ്കളുടെയും താങ്കളുടെ ചാനലിന്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതായിക്കോട്ടെ, അതിനെന്താ തെറ്റ്? മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു എന്ന നിലയിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാക്കിയതും താങ്കളും താങ്കളുടെ ചാനലുമാണ്. അപ്പോൾ പിന്നെ ഇതിന് സ്വാഭാവികമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരുമല്ലോ വരാതിരിക്കുമ്പോൾ. അതേസമയം ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലും അത് വരുമെന്ന് കൺഫർമേഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ആര് പറഞ്ഞു? അല്ല, നിങ്ങളൊരു ഞാൻ പറയുന്നത് ഡൽഹിയിൽ വരും, ബോംബെ. നിങ്ങൾ ഒരു ദിവസം വാർത്ത കൊടുക്കുകയാണ് മെസ്സി ചൈനയിൽ വരും, ഈ വിൻഡോയിൽ ചൈനയിൽ കളിക്കാൻ പോകാന്ന് പറഞ്ഞ ഒരു ദിവസം വാർത്തയാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു ചൈനയിൽ കളിക്കാൻ വരുമെന്ന്. എവിടെയാണ് ചൈനയിൽ കളിക്കാൻ വന്നത്? കൺഫർമേഷൻ വന്നോ? ഞാൻ പറയുന്നത് കേരളത്തിൽ നമുക്കൊരു വാർത്ത ഉണ്ടാക്കാം, പക്ഷേ ഒരു ഏകദേശ ധാരണയിൽ നമ്മുടെ കയ്യിൽ വേണം. അല്ല, ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തതും ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റുമായിട്ട് തന്നെയാണ് ഈ ടീമിനെ അപ്രോച്ച് ചെയ്തത്. ആ ടീമിനെ അപ്രോച്ച് ചെയ്യും ഒരു സ്പോൺസറെ അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ സ്പോൺസർ പിന്മാറി, അതിന് ശേഷമാണ് റിപ്പോർട്ടർ ടി വി വരുന്നത്. ഒരു സെക്കൻഡ്, അല്ല ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഡിസ്കഷനിലെല്ലാം ഈ എഗ്രിമെൻറ്റിൽ രണ്ട് ക്ലോസാണ് ഉള്ളത്. കോണ്ടാക്റ്റിംഗ് അഡ്രസ്സ് രണ്ടാണ് വെച്ചിരിക്കുന്നത്, ഒന്ന് റിപ്പോർട്ടർ ടി വിയും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ ഒരു മെയിൽ വന്നാൽ ഞങ്ങൾക്ക് വരും, ഇവർക്കും വരും. എല്ലാ മെയിലും ഞങ്ങൾക്ക് വന്നോണമെന്നില്ല, അവർ CC വെച്ചാൽ ആ മെയിൽ ഞങ്ങൾക്കും വരും, അവർക്കും വരും. കൺഫർമേഷൻ അതിനകത്ത് ക്ലാരിറ്റിയോട് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർക്കാർ സംസാരിച്ച് ധാരണ ഉണ്ടാകും. പക്ഷെ അവർക്ക് വന്നില്ലെങ്കിൽ ഇപ്പം അർജന്റീന ടീമിനെ ചെയ്യാൻ പറ്റുന്നതാ? അങ്ങനെ പറഞ്ഞില്ല അദ്ദേഹം, ഞാനത് മുഴുവൻ കേട്ടു. നിങ്ങളാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? 2026 ഒക്ടോബർ, ഒരു മിനിറ്റ്, ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഡേറ്റിൻ്റെ അത് കൺഫർമേഷൻ പറയുന്നില്ല. പക്ഷെ അവർ ചോദിക്കുന്നു 2026 സെപ്റ്റംബറിൽ വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. 2026 സെപ്റ്റംബറിൽ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ 2026 സെപ്റ്റംബർ കഴിയില്ല. കാരണം ലോകകപ്പിന് ശേഷം നമുക്ക് ഈ ടീമിനെ കൊണ്ടൊന്ന് കളിപ്പിക്കാൻ കഴിയില്ല അവിടെ. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ കണ്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടോ? അത് നിങ്ങൾ കണ്ട ആ വൈറ്റ് എനിക്ക് കാണിച്ചാൽ മതി. അല്ലല്ല, അത് ആ വൈറ്റ് കാണിച്ചാൽ മതി. മന്ത്രി എവിടെയാണ് പറഞ്ഞു? ഞാൻ അദ്ദേഹം എല്ലാ മാധ്യമങ്ങളും കൊടുത്ത് വൈറ്റ് എടുത്ത് കണ്ടു. എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞോ? പക്ഷെ അവർ പറഞ്ഞ കാര്യം അത് ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയുന്നത്. 2025 ഒക്ടോബർ നവംബർ ഡേറ്റിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ആ എഗ്രിമെൻ്റ് പ്രകാരം അവർ വരേണ്ടതാണ്. പക്ഷെ അവർ പറയുന്നത് 2026 സെപ്റ്റംബറിൽ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. 2026 സെപ്റ്റംബർ വരാൻ കഴിയില്ലെന്നേ. അവർ വരേണ്ടത് എന്താ? എഗ്രിമെൻ്റ് വെച്ച ഡേറ്റിലാണ് വരേണ്ടത്, ഒക്ടോബറിലാണ് വേണ്ടത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലല്ലോ, ഇന്ത്യയിലെ ഇന്ത്യൻ സ്പോർട്സ് പിന്നെ മിനിസ്ട്രിയായിട്ട് സംസാരിച്ച് അവിടെ പെർമിഷൻ മേടിച്ചിട്ട് അയച്ചേക്കണേ. അതിക്കുള്ള എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുകയും അത് മാത്രമല്ല അവരുടെ പെർമിഷൻ മേടിച്ച് നമ്മുടെ ഗവൺമെൻറ് ലെറ്ററായിട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെറ്ററായിട്ട് നമുക്ക് അതിന് പെർമിഷൻ തന്നിട്ടുണ്ട്. അല്ല, അവരുണ്ടാവും, അവർ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അതിനൊക്കെ അതൊക്കെ ചെയ്യേണ്ടത്, ഫെസിലിറ്റീസ് ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ്. അതിന് കേരള സ്പോർട്സ് കൗൺസിൽ ഉണ്ട്, അതിന് കേരള സ്പോർട്സ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. ആ ഗവൺമെൻറ് അതുമായി മുന്നോട്ട് പോകും. അല്ല, 24 ന്യൂസ് അല്ല, 24 ചെയ്ത പണി എന്താ? അതിൻ്റെ തലേ ദിവസം ഒരു വാർത്ത കൊടുക്കണം മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ട്. 24 എവിടെ നിന്ന് കിട്ടിയേ? അല്ല, കായ് ബോബ് മന്ത്രി പറയുന്നതിന് മുന്നേ കൊടുത്തല്ലോ.
ആ ഒരു മന്ത്രി അല്ല, നിങ്ങൾ തലേ ദിവസം വന്നിട്ട് മെസ്സി വരില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ട് ആ വാർത്തയ്ക്ക് എവിടുന്ന് ഡോക്യുമെന്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്? ആ വാർത്തയ്ക്കുള്ള മറുപടി ആ മിനിസ്റ്റർ പറഞ്ഞത് എന്ത്? ഒക്ടോബർ നവംബറിൽ മാസത്തിൽ വരേണ്ടതാണ് എഗ്രിമെന്റ് അവർ വെച്ചിട്ടുള്ളത് 26. തന്നെയാണ് അതിന് മറ്റൊരു വ്യാഖ്യാനം. വ്യാഖ്യാനല്ല, നിങ്ങൾ മെസ്സി വരില്ല 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 എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങളുടെ മുന്നിൽ ഐഡിയ ഉണ്ടോ വേറെ? മെസ്സിനെ കൊണ്ടുവരാൻ അർജന്റീന ഞാൻ പൈസ മുടക്കാം, ഞാൻ റിപ്പോർട്ടർ ടി വി പൈസ മുടക്കാം, നിങ്ങൾ മെസ്സിനെ കൊണ്ടുവന്ന് തരുമോ? റിപ്പോർട്ടർ ടി വി പൈസ മുടക്കാം, മെസ്സിനെ കൊണ്ടു തരുമോ? ലോകകപ്പിന് കൊണ്ടു തന്നാൽ മതി, ഇവിടെ കളി അറേഞ്ച് തന്നാൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ചെയ്തു തന്നാൽ മതി. ആ പൈസ റിപ്പോർട്ടർ ടി വി മുടക്കാം, ആ പറഞ്ഞാൽ മതി, എത്ര പൈസ മുടക്കട്ടെ മുടക്കാം, കൊണ്ടു തന്നാൽ മതി. ആ വെറുതെ നമ്മൾ വരില്ല വരില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? വരാൻ വേണ്ടി ശ്രമിക്കുന്നേ, വരാൻ വേണ്ടി നിങ്ങൾ ഈ പിന്നെന്താണ് വരില്ല വരില്ല എന്ന് കൊടുക്കുന്നതാണ് അവർക്ക് തൻ്റെ ഇടം കൂടുതൽ. എന്താ പറയുക, നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്താൻ പറ്റില്ലോ. എന്നിട്ട് ഇപ്പം 150 കോടിയാണ് ചോദിക്കുന്നത്, 200 കോടി 250 കോടി ചോദിക്കാം. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ എഗ്രിമെന്റ് അയച്ചു എന്നിട്ട് അടുത്ത 60 കോടി കൂടെ കൂട്ടി ചോദിക്കുകയാണ്. എന്നിട്ട് ആ പൈസ കൂടെ ഞാൻ കൊടുക്കണം. എന്ത് വിശ്വസിച്ച് കൊടുക്കുക? നിങ്ങൾ ഈ മന്ത്രി എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മന്ത്രി പറഞ്ഞ് വിശ്വസിച്ചോ, ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് രണ്ട് പറയുന്നത്, നിങ്ങളാണ് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ രണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.